ഇന്നത്തെ കൊട്ടാരം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമലത അടുക്കളയിൽ നിന്ന് പപ്പടമൊക്കെ വറുക്കുവാണ് കേട്ടോ. ഈ സമയം ഹരിതയും സുചിത്രയും ചന്ദ്രകയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ പപ്പടം വറുത്തതിന് ശേഷം സുമലത പറയണേ, ഇനി ആ ഉപ്പേരി ഇങ്ങോട്ട് വറുത്താൽ മതി. അന്നേരം ചന്ദ്രക പറയണേ, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം, നിങ്ങളെ ഇവിടുത്തെ വിരുന്നുകാരാ. ആ സമയം സുമ പറയണേ, എന്നാലും ഞാനിതിലൊന്നും ഒട്ടും പിന്നിലോട്ടല്ലെന്ന് നിങ്ങളെയും കൂടി ഒന്ന് അറിയിക്കണമല്ലോ. അതേക്കുമ്പോൾ സുചിത്ര പറയണേ, അമ്മക്ക് പാചകമൊക്കെ നല്ലപോലെ അറിയാം. അമ്മ ഈ പാചകമൊക്കെ കുറച്ചെങ്കിലും മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. അതേക്കുമ്പോൾ സുമ ചിരിച്ചുകൊണ്ട് പറയണേ, സുചിത്ര മോളെ എന്താ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഇവള് പണ്ട് തൊട്ടേ അടുക്കളയൊക്കെ ഇരുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര മടിച്ചാ. ഹരിത മോളെ, നീ കേട്ടില്ലേ? നിനക്ക് അടുക്കള കാര്യത്തിൽ സുചിത്രനെ ചന്ദ്രയൊക്കെ കുറച്ചൊന്ന് സഹായിച്ചൂടെ? ഇക്കാര്യങ്ങളൊക്കെ പഠിക്കാനേ സുചിത്ര മോളിൽ നിന്ന് തന്നെ നിനക്ക് തുടങ്ങുകയും ചെയ്യാമല്ലോ. അന്നേരം ഹരിത പറയണേ, അതൊക്കെ ഞാൻ ചെയ്തോളാം. അമ്മ ഇങ്ങോട്ട് വന്നേ, അച്ഛമ്മേനെ ഒന്ന് ചെന്ന് കണ്ടേക്ക്. അവിടെ അച്ഛമ്മ മുഖം വീർപ്പിച്ചിരിക്കുവാണ്. ഇനി അമ്മ പോയി കഴിയുമ്പോൾ അതിൻ്റെ പേരിൽ അച്ഛമ്മേനോട് പരാതി പറയാൻ തുടങ്ങും. അന്നേരം ചന്ദ്രികൻ പറയുന്നുണ്ട്, അത് ശരിയാ, അമ്മയെ കണ്ട് അമ്മയോടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാലേ അമ്മക്ക് ഒത്തിരി സന്തോഷവും. ആ സമയം സുമ പറയണേ, അതിനെന്താ, അമ്മക്ക് കൊടുക്കാനേ ഞാനൊരു സാധനം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊടുത്ത് അമ്മയുടെ പിണക്കമൊക്കെ ഞാൻ മാറ്റിക്കോളാം. അങ്ങനെ പറഞ്ഞ് സുമ ഹരിതയും കൂട്ടി അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശീൻ്റെ അരികിലേക്ക് എത്തുന്ന സുമേനെ ഹരിതേനെയാണ് കേട്ടോ. അങ്ങനെ സുമലത മുത്തശ്ശിയോട് ചോദിക്കണേ, അല്ല അമ്മ എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നത്? കുട്ടികൾക്കൊപ്പം ഓണക്കളിയിലൊന്നും കൂടുന്നില്ലേ? അന്നേരം മുത്തശ്ശി പറയണേ, പണ്ടുകാലത്തെ വീട്ടിൽ ഇതുപോലുള്ള ഓണക്കളിയൊക്കെ നടക്കുമ്പോൾ ഒരു നോക്കുകുത്തിനെ നടുക്കുകൊണ്ടോ വെക്കും. ഇന്നത്തെ കാലത്ത് എനിക്കൊക്കെ ആ നോക്കുകുത്തിയുടെ സ്ഥാനം പോലും ഇല്ല. ഇവിടെ അതിന് പോലും ആർക്കും സമയമൊന്നുമില്ലല്ലോ. എന്നെയൊന്നും ആർക്കും മൈൻഡ് പോലും ഇല്ല. അന്നേരം സുമ പറയണേ, അയ്യോ അമ്മ അങ്ങനെ പറയരുത്. ഇവിടെ മാധവനും ചന്ദ്രികയ്ക്കൊക്കെ അമ്മ കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ. അദ്ദേഹം മുത്തശ്ശി പറയണേ, അത് നീ പറഞ്ഞത് സത്യവും. ബാക്കിയുള്ള ചില മരുമക്കൾക്കും മക്കൾക്കും ഒക്കെയാണ് എന്നെ ഒരു ഭാരമായിട്ട് തോന്നുന്നത്. അന്നേരം സുമ പറയണേ, ദേ മുത്തശ്ശി ഇവിടെ മുഖം വീർപ്പിച്ചിരിക്കുകയാണ്. എന്നോട് വന്ന് സംസാരിക്കാൻ പറഞ്ഞ് എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതേ ഈ ഹരിതയാ. അന്നേരം മുത്തശ്ശി പറയണേ, അല്ലെങ്കിലും ഹരിത മോൾക്കും എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ ചില സമയത്ത് ഇവളുടെ സ്വഭാവം മഹാമോശമാണ്. ഒരില താഴെ വീണ അത് കുനിഞ്ഞെടുക്കാൻ പോലും മനസ്സ് കാണിക്കില്ല. ഭയങ്കര മടിച്ചാ. ഏതു നേരവും മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കും. പിന്നെ തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യപ്പെടുകയും ചെയ്യും. അന്നേരം സുമ ഹരിതയൊന്ന് നോക്കുക, അങ്ങനെയാണോ? നിന്റെ സ്വഭാവം എനിക്കറിയാവുന്നതല്ലേ. അമ്മ തന്നെ വേണം മുൻകൈ എടുത്ത് ഇവളൊന്ന് നല്ലപോലെ ഉപദേശിച്ച് നേരെയാക്കാൻ. അതിനുള്ള എല്ലാ അവകാശവും അമ്മക്കും ഉണ്ട്. അത് നീ പേടിക്കണ്ട, ഇവളെ ഞാൻ നന്നാക്കിയെടുത്തോളാം. ദേ കേട്ടല്ലോ നിന്റെ അമ്മ പറഞ്ഞത്. ഈ സമയം സുമലത മുത്തശ്ശിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന ആ സാധനം കയ്യിലേക്ക് കൊടുക്കുവാണ്. അങ്ങനെ മുത്തശ്ശി അപ്പോൾ ഇത് മണത്ത് നോക്കിയിട്ട് പറയണേ, പുകയിലാണല്ലേ? എത്ര നാളായി ഇത് കഴിച്ചിട്ട്. ഇവിടെ മാധവനും ചന്ദ്രികയൊന്നും ഇതിനൊന്നും സമ്മതിക്കില്ലെന്നേ. സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഓണസമ്മാനം ഇത് തന്നെയാണ്. അങ്ങനെ മുത്തശ്ശി അത് വാങ്ങി സന്തോഷത്തോടെ ഇരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് അവിടെ തിരുവാതിര കളിയൊക്കെ നടക്കുവാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുന്നൊക്കെയുണ്ട്. പിന്നീട് എല്ലാവരും ചേർന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുവാണ്. അതിനുശേഷം ഓണസദ്യയൊക്കെ കഴിഞ്ഞ് കുറുപ്പും സുമലതയും ഇറങ്ങാൻ നിൽക്കുമായിരിക്കും. ആ നേരം വന്ദന ദിയമോളായിട്ട് അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ ദിയമോളോട് സംസാരിക്കുന്നുണ്ട് കുറുപ്പ്. എന്നിട്ട് പറയണേ, ദേ കണ്ടില്ലേ, ഞാനും ദിയമോളും ഇപ്പോൾ ഭയങ്കര കമ്പനിയാണ്, നല്ല കൂട്ടുകാരാണ് അല്ലേ മോളെ? അന്നേരം ദിയ പറയണേ, മുത്തശ്ശി മാത്രമല്ല, ദേ ഈ മുത്തശ്ശിയും എൻ്റെ നല്ല കൂട്ടുകാരിയാണ്. അന്നേരം ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, അപ്പം ഞാനും ഇവിടുത്തെ മുത്തശ്ശനൊക്കെ ഔട്ടായോ? അന്നേരം ദിയ പറയണേ, ഇല്ല, എപ്പോഴും നമ്പർ 1 നിങ്ങൾ തന്നെയാണ്. ഇവർക്ക് രണ്ടുപേർക്കൊക്കെ 2ാം സ്ഥാനമാണ്. ആഹാ മിടുക്കി എന്നൊക്കെ പറഞ്ഞ് കുറുപ്പ് തൻ്റെ പേഴ്സിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് അത് ദിയമോൾക്ക് നേരെ നീട്ടുക. ഇതാ എൻ്റെ ഓണസമ്മാനമായിട്ട് മോളിത് വെച്ചോ. അന്നേരം വന്ദന പറയണേ, അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ദിയമോളുടെ ഒരു കാര്യത്തിനും ഒരു കുറവും വരുത്താതെ തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത്. അന്നേരം കുറിപ്പ് പറയണേ, അല്ല എന്നാലും ദിയമോൾ എന്നെ മുത്തശ്ശനായിട്ടല്ലേ കാണുന്നത്. ആ മുത്തശ്ശൻ എന്ന സ്ഥാനത്ത് നിന്ന് എൻ്റെ വക ഒരു കുഞ്ഞ് സമ്മാനമായിട്ട് കണ്ടാൽ മതി, ഒരു ഓണസമ്മാനം. അന്നേരം വന്ദന ദിയമോളോട് വാങ്ങിച്ചോ എന്ന് പറയുവാണ്. പിന്നീട് കുറച്ച് പൈസ പ്രകാശൻ്റെ മോനായ ഗൂഗിളിനും കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്നേരം പ്രകാശൻ വാങ്ങിച്ചോ എന്നിങ്ങനെ മോനോട് പറയുവാണ്. ഈ സമയം ചന്ദ്രിക പറയുന്നുണ്ട്, എന്താണെങ്കിലും നിങ്ങളെല്ലാവരും വന്ന് ഈ ഓണം ആഘോഷമാക്കിയതിന് ഒത്തിരി നന്ദിയുണ്ട്. അദ്ദേഹം കുറിപ്പ് പറയണേ, സത്യം പറഞ്ഞാൽ നന്ദി ഞാനല്ലേ നിങ്ങളോട് പറയണ്ടേ. അന്ന് നിങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ നിങ്ങളെ അപമാനിച്ച് പറഞ്ഞയച്ചു. പക്ഷേ എന്നിട്ടും ഞങ്ങളിവിടെ വന്നപ്പോൾ എത്ര ആതിഥ്യ മര്യാദയോടെയാണ് നിങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചതും സൽക്കരിച്ചതും ഒക്കെ. ഈ ഓണം എന്തൊക്കെ പറഞ്ഞാലും നല്ല രീതിയിൽ തന്നെ ഞങ്ങളും ആഘോഷിച്ചു. പിന്നെ മാധവൻ നായരെ കാണാൻ പറ്റാത്തൊരു സങ്കടം മാത്രമേ ഉള്ളൂ. സാരമില്ല, ഇനിയും നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ. നമ്മളിപ്പോൾ ബന്ധുക്കാർ തന്നെയല്ലേ. ഈ ഓണം ഇവിടെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ആഘോഷിച്ചു. ഇനി അടുത്ത വർഷത്തോണം അവിടെ എൻ്റെ വീട്ടിൽ നിങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വരണം. അവിടെ വെച്ച് നമുക്ക് ആഘോഷിക്കാം. എന്നാൽ ശരി. അങ്ങനെ സുമലതയും കുറിപ്പും അവിടെ നിന്നും പോകുവാണ്.
പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന കുറച്ച് കോളേജ് പിള്ളേരെ ഉണ്ടോ. ഈ സമയം ജഗനും കൂട്ടരും ബൈക്കിന് അവിടേക്ക് എത്തുവാണ്. അങ്ങനെ അവരെ കാണുന്നതും ആ കുട്ടികളെല്ലാവരും കൂടി ജഗൻ്റെ അരികിലേക്ക് ചെല്ലുക. അന്നേരം ജഗൻ ചോദിക്കുക, എന്താ നിങ്ങൾ ഇതുവരെ കോളേജിലേക്ക് പോയില്ലേ? അന്നേരം ആ കുട്ടികൾ പറയണേ, അത് പിന്നെ ജഗൻ ചേട്ടാ, കോളേജിലേക്ക് പോകാനുള്ള ആ ബസ്സിൽ അവർ കൺസെഷൻ തരാറില്ല, ഫുൾ ടിക്കറ്റ് തന്നെ എടുക്കണമെന്ന് നിർബന്ധം. പലപ്പോഴും ബസ് നിർത്താറ് പോലുമില്ല. അഥവാ നിർത്തുവാണെങ്കിൽ തന്നെ 1/2 കിലോമീറ്റർ നീക്കിയായിരിക്കും നിർത്തുന്നത്. ബസ്സിൻ്റെ പിന്നാലെ ഓടി ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ബസ് വിട്ട് കളയുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുന്നതെന്ന് നോക്കി ആ കണ്ടക്ടർ ഞങ്ങൾ നോക്കി കളിയാക്കി ചിരിക്കും. കോളേജിൽ കൃത്യസമയത്ത് എത്താനേ പറ്റുന്നില്ല. അന്നേരം ജഗൻ്റെ ഫ്രണ്ട് പറയണേ, ആ ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ ഇത്തിരി പെശകാണ്. കണ്ടക്ടറാണെങ്കിൽ കഞ്ചാവ് കടിച്ച് കിറങ്ങി നടക്കുന്നവനുമാണ്. അന്നേരം ജഗൻ പറയണേ, കോളേജ് പിള്ളേരോടാണോ അവരുടെയൊക്കെ കളി? എടാ നിൻ്റെയൊക്കെ വിപ്ലവമൊക്കെ ഇത് എവിടെ പോയി? ഇതങ്ങനെ വെറുതെ വിറ്റാൻ പറ്റില്ലല്ലോ, ചോദിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. അങ്ങനെ പറഞ്ഞ് ജഗനും കൂട്ടുകാർ ആ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ തന്നെ നിൽക്കുവാണ്. ഈ സമയം ആ ബസ് വരുമ്പോൾ ജഗൻ അതിൻ്റെ മുമ്പിൽ നിന്ന് തടഞ്ഞ് വണ്ടി നിർത്തുവാണ് കേട്ടോ. എന്നിട്ട് അതിലെ കണ്ടക്ടറിനെയും ഡ്രൈവറിനെയും പുറത്തേക്ക് വിളിക്കുവാണ്. എന്നിട്ട് ജഗൻ അവരോട് ചോദ്യം ചെയ്യുവാണ്, കോളേജ് പിള്ളേർ നിങ്ങൾ ബസ്സിൽ കയറ്റില്ലല്ലേ? അഥവാ കയറ്റിയാൽ തന്നെ അവർക്ക് നിങ്ങൾ കൺസെഷൻ കൊടുക്കില്ലല്ലേ? അതെവിടുത്തെ മര്യാദയാണ്? അന്നേരം ആ കണ്ടക്ടർ പറയണേ, അതിനെ ഞങ്ങളുടെ മുതലാളി പറഞ്ഞിട്ടുണ്ട്, ബസ്സിൽ കയറുന്ന എല്ലാവരും ഫുൾ ടിക്കറ്റ് എടുക്കണമെന്ന്. ഓ, നിങ്ങളെ മുതലാളി പറയുന്നത് തൽക്കാലം ഇനി അനുസരിക്കാൻ നിൽക്കണ്ട. കോളേജ് പിള്ളേരെ മര്യാദക്ക് വണ്ടി കയറ്റിക്കൊള്ളണം, അവർക്ക് കൺസെഷനും കൊടുത്തിരിക്കണം. എന്താ ഭീഷണിയാണോ എന്ന് കണ്ടക്ടർ ചോദിക്കുക. അന്നേരം ജഗനങ്ങ് ദേഷ്യം വരുമോ, നിനക്കല്ലെങ്കിലും കുറച്ച് കൂടുന്നുണ്ട്, നീ പിള്ളേരെ ഉപദ്രവിക്കുമല്ലേടാ എന്ന് പറഞ്ഞ് കണ്ടക്ടറെ ഷർട്ടിന് കുട്ടിപ്പിടിച്ച് നല്ല രീതിക്ക് പെരുമാറുന്നുണ്ട്. ഇതേ സമയത്ത് വന്ദന സ്കൂട്ടിയിൽ വരുമായിരിക്കും കേട്ടോ. പെട്ടെന്ന് വഴിക്ക് വെച്ച് വണ്ടി പഞ്ചറായി പോകുവാണ്. അങ്ങനെ വന്ദന വേഗം തന്നെ ബാഗ് എടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് ഓടുവാണ് കേട്ടോ. അങ്ങനെ ബസ്സിലേക്ക് ഓടിക്കയറാനായിട്ട് വന്ദന അവിടെ എത്തുമ്പോഴായിരിക്കും ജഗൻ ആ കണ്ടക്ടറെ പെരുമാറുന്നത് കാണുന്നത്. അതുകൊണ്ട് വന്ദന ആകെ പേടിച്ച് നിൽക്കുവാണ്. ഈ സമയം വന്ദനയെ കാണുന്നതും ജഗൻ ആ കണ്ടക്ടറിൻ്റെ ഷർട്ടൊക്കെ ഇങ്ങനെ നേരാക്കിയിട്ട് വരണേ, ചേട്ടാ വണ്ടി കയറും, കുട്ടിയും കയറിക്കോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വന്ദനയോട് പറയുവാണ് കേട്ടോ. അന്നേരം വന്ദന ആകെ ഭയന്ന് നിൽക്കുമായിരിക്കും. ഈ സമയം ജഗൻ്റെ കൂട്ടുകാർ അങ്ങോട്ടേക്ക് വന്നിട്ട് വന്ദനയോട് ദേഷ്യപ്പെടണേ, നിന്നോടല്ലേ ഇടി കയറാൻ പറഞ്ഞത്, നീ പിന്നെ എന്തുമായിട്ട് നോക്കി നിൽക്കുക? അന്നേരം ജഗൻ ആ കൂട്ടുകാരനിട്ട് ഒന്ന് പൊട്ടിക്കുവാണ്. ഡാ ഇതാരാന്നറിയോടാ, കുട്ടിയോടൊക്കെ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? സോറി കുട്ടി, ഇവൻ പറയുന്നതൊന്നും കുട്ടി കാര്യമൊക്കെ ഉണ്ടാവും, കുട്ടി വരൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറ്റാനായിട്ട് ജഗൻ വന്ദനെ ഇങ്ങനെ വിളിക്കുവാണ്. ഈ സമയം ജഗൻ്റെ കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരനോട് ചോദിക്കണേ, അല്ലടാ ഇവൻ എന്താ പറ്റിയത്, നിന്റെ എന്തിനാ വെറുതെ തല്ലിയത്? എടാ നിനക്ക് മനസ്സിലായില്ലേ, ജഗൻ്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിയെ അവൻ കണ്ടു, അവനിപ്പോൾ പ്രണയ സരോവരത്തിൽ മുഴുകി നിൽക്കുവാണ്, നമുക്ക് ഈ മൊമെൻ്റ് ഒന്ന് കളറാക്കിയാലോ? ആ വാടാ. അങ്ങനെ പറഞ്ഞ് അവിടെ പൂക്കൂടയുമായിട്ട് നിൽക്കുന്ന ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ആ കൊട്ടയിലെ പൂ മുഴുവൻ വാങ്ങുവാണ്. എന്നിട്ട് എത്ര രൂപയെന്ന് ചോദിക്കുമ്പോൾ 2000 എന്ന് പറയുവാണ് കേട്ടോ. അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് ഇവർ രണ്ടാളും കൂടി ആ പൂക്കൂടയുമായിട്ട് ബസ്സിൻ്റെ മുകളിലേക്ക് കയറിയിരിക്കുവാണ് കേട്ടോ. ഈ സമയം ഡോറിൻ്റെ അവിടെ നിൽക്കുന്ന ജഗൻ്റെ വന്ദനയുടെ മേത്തേക്ക് മുകളിൽ നിന്നും അവർ പൂക്കളിങ്ങനെ ഇറുത്തിറുത്ത് താഴത്തേക്ക് ഇടുവാണ്. ഈ സമയം ജഗൻ സന്തോഷത്തോടെ വന്ദനയുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുവാണ്. അങ്ങനെ വന്ദനയും ജഗനും കുറച്ച് നേരം ഇങ്ങനെ പരസ്പരം നോക്കിയിട്ട് വന്ദന അകത്തേക്ക് കയറുവാണ് കേട്ടോ. ഈ സമയം ജഗനും കൂട്ടുകാരും ആ ബസ്സിൽ തന്നെ കയറുവാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമിൻ്റെ വീടാണ്. അവിടെ ശ്യാം കോളേജിലേക്ക് തിരിച്ചു പോകാനായിട്ട് റെഡിയായിട്ട് മുത്തശ്ശൻ്റെ അരികിലേക്ക് എത്തുവാണ് കേട്ടോ. അങ്ങനെ ശ്യാം പോകുന്നതിൻ്റെ സങ്കടത്തിലിരിക്കുകയാണ് മുത്തശ്ശൻ. അന്നേരം ശ്യാം മുത്തശ്ശനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയണേ, മുത്തശ്ശൻ വിഷമിക്കണ്ട, ഇനി അടുത്ത ആഴ്ച തന്നെ 2-3 ലീവ് അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ മുത്തശ്ശനെ കൊണ്ട് പുറത്തെല്ലാം ചുറ്റിയടിക്കും ഞാൻ. ഇപ്പോൾ ഞാൻ പോയിട്ട് വേഗം വരാം എന്ന് പറഞ്ഞ് ശ്യാം അവിടെ നിന്നും പോകുവാണ്. പിന്നീട് വർഷം ശ്യാമൊക്കെ പഠിക്കുന്ന കോളേജാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ കോളേജിലേക്ക് കാറിലൊരാൾ വന്നിറങ്ങുന്നുണ്ട്. അങ്ങനെ ഇറങ്ങുന്ന ആളെ കണ്ട് എല്ലാവരും അമ്പരന്നിങ്ങനെ അയാളെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു സീൻ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്